ഹലോ, അലിയരിമ്പ്രാസാണ് മെലാറ്റോ. ഇന്ന് ഡെന്റിസ്ട്രിയിൽ സേവിങ്സിൻ്റെ ഇമ്പോർട്ടൻസിനെ സംബന്ധിച്ച്, പ്രാധാന്യത്തിനെ സംബന്ധിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളെ മുന്നോട്ട് വന്നിട്ടുള്ളത്. ഉദാഹരണത്തിന്, നിങ്ങളൊരു ക്ലിനിക്ക് ഒരു ലോണിനെ ആശ്രയിച്ച് ഒരു ഹൈ റെൻറ്റിന് നമ്മളൊരു ക്ലിനിക്ക് റൺ ചെയ്യാമെന്ന് വിചാരിച്ചോളൂ. അത് നമ്മൾ വൈക്കോലുകൾ ഉണ്ടാക്കിയ ഒരു വീട് പോലെ, ഒരു പുല്ല് കൊണ്ടുണ്ടാക്കിയ ഒരു വീട് പോലെയാണത്. അതേ സംഭവം നമ്മൾ ലോൺ ഉണ്ടാവട്ടെ, ലോൺ ഇല്ലാതിരിക്കട്ടെ, റെന്റ് മാത്രം കൊണ്ട് നമ്മളൊരു ക്ലിനിക്ക് ഉണ്ടാക്കുമ്പോൾ അതൊരു വുഡ് കൊണ്ടുണ്ടാക്കുന്ന ഒരു വീട് പോലെയാണ്. മറിച്ച് ലോണും ഉണ്ട്, പക്ഷേ റെന്റ് മാത്രം. ലോൺ ഉണ്ട്, റെന്റ് ഇല്ല. കാരണം ലോൺ എടുത്ത് നിങ്ങൾ സ്വന്തമായൊരു സ്ഥലം വാങ്ങിച്ച് ക്ലിനിക്ക് ഉണ്ടാക്കി വീടില്ല. അത് ബ്രിക്ക് കൊണ്ടുണ്ടാക്കുന്ന ഒരു വീട് പോലെയാണ്. ഇനി നിങ്ങൾക്ക് ലോണും ഇല്ല, നിങ്ങൾക്ക് റെന്റും ഇല്ല, അതൊരു കോൺക്രീറ്റ് സൗധം ഉണ്ടാക്കുന്ന പോലെയാണ്. അപ്പൊ ഇത് നിങ്ങൾ പറയാൻ കാരണം സേവിങ്സിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ സീറോയിൽ തുടങ്ങുകയാണെങ്കിലും നമ്മൾ എന്തിൽ നിൽക്കണം? സേഫ് സോണിൽ നിൽക്കണം. ഇവിടെ നമ്മൾ ഒരു ഗുഡ് പ്രാക്ടീസ്, നല്ല ഒരു പ്രാക്ടീസ് ഡെവലപ്പ് ചെയ്യാൻ നമുക്ക് നല്ല ആളുകളുള്ള സ്ഥലത്ത് പ്രാക്ടീസ് തുടങ്ങണം, നല്ല ഡിമാൻഡ് ഉള്ള സ്ഥലത്ത് പ്രാക്ടീസ് തുടങ്ങണം, ലെസ് കോമ്പറ്റീഷൻ ഉള്ള സ്ഥലത്ത് പ്രാക്ടീസ് തുടങ്ങണം, ഓവർ സാച്ചുറേഷൻ ഇല്ലാത്ത സ്ഥലത്ത് പ്രാക്ടീസ് തുടങ്ങണം. അപ്പൊ നമ്മുടെ സ്ഥാപനം എന്തൊക്കെ ആയിരിക്കണം? ഇറ്റ് വിൽ ബി റെന്റ് ഫ്രീ and it should be loan free. It should be sophisticated and payable people ഉള്ള സ്ഥലത്തായിരിക്കണം. And it should be in good place. അപ്പോൾ ഈ 4 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു ക്ലിനിക്ക് തുടങ്ങുമ്പോൾ നമുക്കത് സേവിങ്സിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി നമ്മുടെ ഫീൽഡിന്റെ, ഡെന്റിസ്ട്രിയുടെ ഫീൽഡിന്റെ നിലനിൽപ്പിന് അത്യാവശ്യമുള്ള കാര്യമാണ്. എൻ്റെ വെബ്സൈറ്റ് സന്ദർശിക്കുക, aliarimbraasdentalclinic.com. Thank you.